ഇപ്പോൾ വരുന്ന സുപ്രധാന റിപ്പോർട്ട് അനുസരിച്ച് വസുന്ധര രാജെ ബിജെപിയുടെ രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വസുന്ധര രാജെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ എല്ലാം തന്നെ പറയുന്നത്. എന്തിനാണ് വസുന്ധര രാജെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം വസുന്ധര രാജയ്ക്ക് ഒരു പദവി ബിജെപി ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് പണ്ട് മുതലേ പല രാഷ്ട്രീയ നിരീക്ഷകരും ബിജെപിക്കകത്തുള്ള പല അടുത്ത വൃത്തങ്ങളും പറയുന്ന സംഭവമാണ്. പക്ഷേ ഈ വസുന്ധര രാജയ്ക്ക് ഏത് പദവിയാണ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ തല പുകയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വസുന്ധര രാജെ രാജസ്ഥാനിൽ നിന്ന് മത്സരിച്ച് അവിടെ വിജയിച്ച് അവിടെ ബിജെപി എന്ന് പറയുന്ന പാർട്ടിയെ കീഴ്പ്പെടുത്തി ശേഷം നരേന്ദ്രമോദിക്കെതിരെ പോലും ഒരു വിമത സ്വരം ഒരു സമയത്ത് ഉയർത്തിയിരുന്നോ എന്നുള്ള ഒരു ചോദ്യം പല ബിജെപി പ്രവർത്തകർക്കിടയിലും ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഉയർത്തിയിരുന്നോ എന്നുള്ള ചോദ്യമാണ്. കാരണം വസുന്ധര രാജെ അവിടെ രണ്ടാമത് രാജസ്ഥാനിൽ അവിടെ ബിജെപി വിജയിക്കാതിരുന്നപ്പോൾ അത് വസുന്ധര രാജയുടെ ഒരു ടെക്നിക്കാണ് എന്ന് വരെ പറഞ്ഞു പരത്തിയ ബിജെപി നേതാക്കളുണ്ട്. എന്തായിരുന്നാലും ആ വസുന്ധര രാജെ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വസുന്ധര രാജയ്ക്ക് രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് ബിജെപി കൊടുക്കുമോ എന്നുള്ളതാണ് അത് നമ്മളെ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലും വലുതായി ഒരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. അതായത് ബിജെപിയുടെ നമ്മുടെ രാജ്യത്തെ അധ്യക്ഷൻ, അതായത് ദേശീയ അധ്യക്ഷൻ, ഈ ദേശീയ അധ്യക്ഷനെ ഫെബ്രുവരിയിലാണ് തീരുമാനിക്കുന്നത്. ഈ ദേശീയ അധ്യക്ഷൻ ആരാകും എന്നുള്ളൊരു ചോദ്യം നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. ഇപ്പോൾ തന്നെ ബിജെപിക്കാരെല്ലാം പറയുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇത് ശരിവയ്ക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മൗനം നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. അതായത് ബിജെപിക്ക് ഒരു വനിതാ ദേശീയ അധ്യക്ഷ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. JP നദ്ദ ഇപ്പോൾ മന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് രണ്ട് പദവിയും വഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രൊവിഷൻ അദ്ദേഹത്തിനില്ല. ഇല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായിരിക്കുന്ന ആ ടെന്യൂർ പൂർത്തിയാകാനായിട്ട് പോവുകയാണ്. അതൊക്കെ കൊണ്ട് തന്നെ നരേന്ദ്രമോദി നാരീശക്തി പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ കണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാനാണോ വസുന്ധര രാജെ അവിടെ എത്തിയത് എന്നുള്ള സ്പെക്കുലേഷനാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയരുന്നത്. ദേശീയ വൈസ് പ്രസിഡന്റ് വരെ ആയിരുന്ന ഒരു സ്ത്രീയാണ് വസുന്ധര രാജെ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ ഒരു കേന്ദ്രമന്ത്രിയെക്കാട്ടിലും വലിയൊരു പദവിയായിട്ടാണ് ബിജെപിയുടെ MP-മാരെല്ലാം കാണുന്നത് എന്നുള്ളിടത്താണ് ഈ പദവിയുടെ ഒരു മഹിമ വ്യക്തമാകുന്നത്. എന്തായിരുന്നാലും തമിഴ്നാട്ടിലെ തമിഴിസൈ സൗന്ദരരാജൻ അടക്കം ഒരു പോസ്റ്റ് കൊടുക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ബിജെപിക്ക് വലിയ നേട്ടം രാജസ്ഥാനിൽ കൊയ്യാനായില്ല എന്നുള്ള ഒരു സംസാരം പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ വസുന്ധര രാജയെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. രണ്ടാം മോദി മന്ത്രിസഭയിൽ ഇവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നുവെങ്കിലും ആ മന്ത്രിസ്ഥാനം ഇവർ വേണ്ട എന്ന് വെച്ചിട്ട് രാജസ്ഥാനിലേക്ക് തന്നെ ഇവർ തിരിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ വേറൊരു രാഷ്ട്രീയ നിരീക്ഷണം പുറത്തേക്ക് വരുന്നത്, ഒരിക്കലും വസുന്ധര രാജയ്ക്ക് ഇങ്ങനെ ഒരു പദവി കൊടുക്കാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതയുമില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ്. മറിച്ച് ഈ പദവി വരാനായിട്ട് സാധ്യതയുള്ള ഒരാളെന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണെന്നാണ് വേറെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം പുറത്തു വരുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഫെബ്രുവരി ആദ്യം തന്നെ ദേശീയ അധ്യക്ഷൻ ആരാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരും. അപ്പോൾ നമുക്ക് ദേശീയ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് അറിയാനും സാധിക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.